ഈശ്വരത്തെ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും സുഖവും സമാധാനം ആശംസിക്കുന്നു. വിഗ്രഹാരാധനയെ സംബന്ധിച്ച് ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാണ് ഇന്ന് കരുതുന്നത്. നിരവധി പേരാണ് വിഗ്രഹാരാധനയെ സംബന്ധിച്ച സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ചിലരത് അറിയാൻ വേണ്ടിയും ചിലർ ആക്ഷേപിക്കാൻ വേണ്ടിയാണ്. വാസ്തവത്തിൽ എന്താണ് വിഗ്രഹാരാധന എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് ഒരു കാര്യം നാം ആലോചിക്കണം. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചാണല്ലോ സുവിശേഷം പ്രധാനമായും നമ്മോട് സംസാരിക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിൽ രക്ഷയിലേക്ക് പ്രവേശിക്കേണ്ട നാം എന്തുകൊണ്ടാണ് പഴയ നിയമ പശ്ചാത്തലത്തിൽ വിഗ്രഹാരാധനയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഘോഷിക്കുന്നത്? എന്താണ് അവയൊക്കെ സംശയമായി ഉന്നയിക്കപ്പെടുന്നത്? അതിൻ്റെ അടിസ്ഥാനപരമായൊരു കാരണം കത്തോലിക്ക വിശ്വാസ നിഷേധകരായവർ, വിശ്വാസവിരുദ്ധരായവർ നിരവധി പേർ സഭയുടെ വിശ്വാസം ശരിയല്ലെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വിഗ്രഹാരാധകരാണ്, നിങ്ങൾ കൽപ്പന പാലിക്കാത്തവരാണ്, വചനം പാലിക്കാത്തവരാണ്. അതോടൊപ്പം തന്നെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പ്രഘോഷകർ പലപ്പോഴും പഴയ നിയമങ്ങളെ കൂടുതൽ കേന്ദ്രീകരിച്ച് വചന ശുശ്രൂഷ ചെയ്യുന്നു. അവിടെയും ഈ സംശയങ്ങൾ ഉയർന്നു വരാനിടയാവുന്നു. വിശ്വാസി യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അവൻ കുരിശുമരണം വഴി നമുക്ക് നേടിത്തന്ന രക്ഷയെ അവൻ്റെ പിന്നാലെയുള്ള യാത്ര വഴി അനുഭവിക്കുകയും അവൻ അകമേ ജീവിക്കുന്ന ബോധ്യത്തിൽ ജീവിതത്തെ സ്വർഗോന്മുഖമാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് പരമാർത്ഥം. പക്ഷേ ചിന്തകൾ ഇപ്രകാരമൊക്കെ വരുന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഉത്തരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. മറുപടിയാണ് നമ്മൾ പറയുക. അത് ഉത്തരങ്ങളായി പരിണമിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമെങ്കിൽ അങ്ങനെ ആവട്ടെ. പഴയ നിയമത്തിലാണ് നമ്മൾ വിഗ്രഹാരാധനയെ സംബന്ധിച്ച് കാണുന്നത്. യഥാർത്ഥത്തിൽ വിഗ്രഹാരാധനയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ വിഗ്രഹം എന്താണെന്ന് അറിയണം. നാമരൂപം കൽപ്പിക്കുന്നത് എന്തോ അത് വിഗ്രഹം. സാധാരണ പ്രതിമയൊക്കെ ആയിട്ടാണ് നമ്മൾ വിഗ്രഹങ്ങളെ മനസ്സിലാക്കുക. വാസ്തവത്തിൽ അത് ശരിയല്ല. ഭാരതീയ ദർശനത്തിൽ പോലും വിശേഷണ ഗ്രാഹ്യത എന്നാണ് പറയുക. സവിശേഷമായി ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം, അതല്ലാതെ പ്രതിമയല്ല എന്നാണ് പറയുക. ഇനി വിഗ്രഹവും പ്രതിമയും തിരുസ്വരൂപവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം അവയൊക്കെ സാമാന്യമായൊന്ന് പറഞ്ഞു പോകാം. വിഗ്രഹം എന്നാൽ ഒരു വസ്തുവിൽ ദൈവമുണ്ട് എന്ന വിശ്വാസമാണ്. ഇതാണ് ദൈവം എന്ന് പറയുന്നത്. കത്തോലിക്ക സഭ തിരുസ്വരൂപങ്ങളായി വണങ്ങുന്നത് പ്രതിമകളെയാണ്. ആ പ്രതിമകൾക്ക് ആരാധന അർപ്പിക്കുകയല്ല വാസ്തവത്തിൽ ചെയ്യുന്നത്, വണങ്ങുകയാണ്. വിഗ്രഹമെന്നാൽ ഒരു രൂപത്തിനകത്ത് ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിഗ്രഹമായി. കത്തോലിക്ക സഭ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് കാര്യം. ഇനി അങ്ങനെയൊക്കെ പറയുമ്പോൾ വചനം എന്താണ് നമ്മോട് പറയുന്നത്? എന്താണ് പ്രതിമകൾ നിർമ്മിക്കാമോ, തിരുസ്വരൂപങ്ങളെ വണങ്ങാമോ, തിരുസ്വരൂപങ്ങളെ നിർമ്മിക്കാമോ? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചന ഉണ്ടാവേണ്ടതാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 4-ാം തിരുവചനത്തിലാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഒരു പ്രതിമയും നിർമ്മിക്കരുത്. അവിടെ ആരാധിക്കരുത് എന്ന് പറയുന്നതിന് മുൻപ് നിർമ്മിക്കരുതെന്നാണ് പറയുക. അതെങ്ങനെയാണെന്ന് നോക്കാം. പുറപ്പാട് 20:4 പറയും, മുകളിൽ ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ സമുദ്രത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ രൂപമോ നീ നിർമ്മിക്കരുത്. ദൈവം വിലക്കിയിട്ടുണ്ട്, പ്രതിമകളും രൂപങ്ങളും നിർമ്മിക്കാൻ പാടില്ല. നിയമാവർത്തന ഗ്രന്ഥത്തിൽ 5-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിലും സമാനമായ വാക്യം കാണാം. അവിടെയും പറയുന്നത് നീ ഇങ്ങനെ രൂപം ഉണ്ടാക്കരുത് എന്നാണ്. എന്തുകൊണ്ടാണ് ദൈവം രൂപം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത്? ദൈവം രൂപം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത് ഒരു അവസാന വാക്കാണോ? നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഗ്രന്ഥത്തെ നാം മനസ്സിലാക്കുമ്പോൾ നാം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം, അതിൻ്റെ വാക്യാർത്ഥത്തിൽ മനസ്സിലാക്കരുത്. ഒന്ന്, വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്ന കാര്യങ്ങളുടെ ആന്തരികാർത്ഥത്തിൽ ദൈവവചനമായ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്നില്ലെങ്കിൽ വചനം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ ഉപകരിക്കൂ, അല്ലെങ്കിൽ സംശയങ്ങൾ ജനിപ്പിക്കാൻ ഉപകരിക്കൂ, വിശ്വാസ വഴിയിൽ ചരിക്കാൻ അത് ഉപകാരപ്പെടില്ല. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കത്തോലിക്ക വിരുദ്ധമായി അല്ലെങ്കിൽ കത്തോലിക്ക സഭ വചനത്തിലല്ല ജീവിക്കുന്നതെന്ന് പറയുന്ന ആളുകൾ വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ചാണോ ജീവിക്കുന്നത്? കാരണം ദൈവവചനത്തിൽ ഒരിടത്ത് പോലും ചോറ് എന്ന് പറയുന്ന കാര്യമില്ല. അവിടെ അപ്പവും ബ്രെഡും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അപ്പവും ബ്രെഡും ഒക്കെ കഴിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്?
വചനമേ പാലിക്കൂ, വചനം പറയുന്നതേ അനുസരിക്കൂ എന്ന് പറയുന്ന ആളുകൾ അപ്രകാരമാണ് ജീവിക്കുന്നത്. ഇനി അവിടെ ഉണ്ടായിരുന്ന വസ്ത്രധാരണം അതല്ലല്ലോ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. സാരി ഉടുക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? മുണ്ടുടുക്കാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? കോട്ടും ടൈയും ധരിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ചെരുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ഷൂസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. രാജ്യാന്തര യാത്രകളൊക്കെ നടത്തി സുവിശേഷം പ്രഘോഷിക്കുന്ന ആളുകളല്ലേ. വിമാനത്തിൽ കയറി പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. കഴുതപ്പുറത്തെ സഞ്ചരിക്കൂ എന്ന് വാശി പിടിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വചനത്തെ വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിനേക്കാൾ അതിൻ്റെ ആന്തരികാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. രണ്ടാമത്, ഈ വചനം അനുസരിച്ചാണോ സഭ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ സഭയിലാണോ വചനം ജീവിക്കേണ്ടത്? കത്തോലിക്ക തിരുസഭയിലാണ് വചനം ഉണ്ടായത്. 2000 വർഷങ്ങളായി സഭയ്ക്കകത്ത് ഉണ്ടായതാണ് വചനം. 2000 വർഷമായ സഭയുടെ പാരമ്പര്യങ്ങളിൽ എഴുതപ്പെട്ട പാരമ്പര്യങ്ങളാണ് വചനം. എഴുതപ്പെടാത്ത അനേകം പാരമ്പര്യങ്ങളുണ്ട്. കത്തോലിക്ക സഭ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലുണ്ടായ ഒരു സഭയല്ല. സഭയിലാണ് വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായത്. പുതിയ നിയമം എഴുതപ്പെടുന്നത് സഭയ്ക്കകത്താണ്, സഭയുടെ പ്രഘോഷണത്തിലാണ്. ആ പുതിയ നിയമത്തെ ഉറപ്പിക്കാനാണ് പഴയ നിയമത്തെ നാം സ്വീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ വിശുദ്ധ ഗ്രന്ഥം നോക്കി ഒരു ടെക്സ്റ്റ് നോക്കി ജീവിക്കുന്നവരല്ല നമ്മൾ. അതിൻ്റെ കോണ്ടെക്സ്റ്റായ ക്രിസ്തുവിൽ നിന്ന് ജീവിക്കുകയും ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് വ്യാഖ്യാനത്തിനായി ലിഖിത രൂപങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്. ആദ്യകാലത്ത് പ്രഘോഷിച്ചിരുന്നവ പിന്നീട് എഴുതപ്പെടുകയാണ്. യോഹന്നാൻ എഫോസസിലെ സഭയ്ക്ക് വേണ്ടി എഴുതുന്നു, മർക്കോസ് റോമിലെ സഭയ്ക്ക് വേണ്ടി എഴുതുന്നു, ലൂക്ക ഈജിപ്തിലെ ജനതയ്ക്ക് വേണ്ടി എഴുതുന്നു, യഹൂദർക്ക് വേണ്ടി മത്തായി എഴുതുന്നു. അങ്ങനെ എഴുതുകയാണ് സുവിശേഷം. അപ്പൊ അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവനിവേശിത ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുകയല്ല സഭ. സഭ ഒരു മതമല്ല. സഭയിൽ, കൂട്ടായ്മയിൽ, അപ്പോസ്തലികമായ കൂട്ടായ്മയിൽ, അപ്പോസ്തലിക പാരമ്പര്യത്തിനകത്താണ് വിശുദ്ധ ഗ്രന്ഥം തന്നെ രൂപപ്പെടുന്നത്, ദൈവവചനം എഴുതപ്പെടുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥ പാരമ്പര്യം നിലനിൽക്കുന്നത് സഭാ പാരമ്പര്യത്തിനകത്താണ്. സഭ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് ചരിക്കേണ്ടത്, സഭയിലാണോ വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കപ്പെടേണ്ടതെന്ന് ആലോചിക്കണം. ഇപ്പോഴും ചാക്രിക ലേഖനങ്ങളും അപ്പോസ്തലിക ലേഖനങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടതിന്റെ കാരണം എന്താ? വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം സഭയ്ക്കാണ്. വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിനനുസൃതമായി വ്യാഖ്യാനിക്കണം. നമ്മൾ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്. നമ്മൾ കത്തോലിക്ക പാരമ്പര്യത്തിനകത്താണ്, വിശ്വാസത്തിനകത്താണ് ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതം കൊണ്ടാണ് സുവിശേഷത്തിൻ്റെ അർത്ഥം തിരിച്ചറിയേണ്ടത് ലോകം. അപ്പം അതുകൊണ്ട് നാം പഴയ നിയമത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ചറിയണം. ഈ വചനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുതി വയ്ക്കാവുന്നതല്ല. കത്തോലിക്ക സഭയിൽ പ്രതിമകൾ വണങ്ങുന്നതും തിരുസ്വരൂപങ്ങളെ വണങ്ങുന്നതൊക്കെ എന്തിനാണ് എന്നതിന് ആ അർത്ഥത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പുറപ്പാട് 20:4 നിയമാവർത്തനം 5:8 നീ ഒരു രൂപം ഉണ്ടാക്കരുത് എന്ന് കർത്താവ് പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? വ്യക്തമായി അതിനുള്ള ഉത്തരം നിയമാവർത്തനം 4:15 പറയുന്നുണ്ട്. ഹോറോബിൽ വെച്ച് നീ എന്നെ കണ്ടപ്പോൾ നീ എൻ്റെ രൂപം കണ്ടില്ല, നീ എന്നെ കണ്ടിട്ടില്ല, അതുകൊണ്ട് നീ എൻ്റെ രൂപം ഉണ്ടാക്കരുത്. അതാണ് ദൈവം പറഞ്ഞ ആദ്യത്തെ കാര്യത്തിൽ അടങ്ങിയിട്ടുള്ളത്. നീ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളത് നീ ഒരു രൂപം ഉണ്ടാക്കരുതെന്ന് പറയാൻ കാരണം നീ എന്നെ കണ്ടിട്ടില്ല, എന്നെ അടയാളപ്പെടുത്താനായി നീ ഒരു രൂപവും ഉണ്ടാക്കരുത്. ഇനി അങ്ങനെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ദൈവം പഴയ നിയമത്തിൽ തന്നെ അത് തിരുത്തിയിട്ടുണ്ടോ? ദൈവം പറയുന്ന വാക്കുകളുടെ സമഗ്രതയിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു വാക്കുകൊണ്ട് ഒരു വാചകത്തിന്റെ മുഴുവൻ അർത്ഥം ഗ്രഹിക്കരുത്. അതേപോലെ ഒരു പുസ്തകത്തിന്റെ ഒരക്ഷരം എടുത്തിട്ട് ആ പുസ്തകത്തെ മുഴുവനും വ്യാഖ്യാനിക്കരുത്. ഒരു പാസേജ് വായിച്ചിട്ട് ആ പുസ്തകം ഇങ്ങനെയാണെന്ന് പറയരുത്. മനുഷ്യനെ തന്നെ വിധിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടല്ലേ ഒരു ജീവിതം മുഴുവൻ എടുത്തിട്ട് വേണ്ടേ അയാൾ എന്തായിരുന്നു എന്ന് പറയാൻ. ഒരു നിമിഷത്തിൽ നമ്മുടെ കാഴ്ചയിൽ അയാൾ വീണു പോയിട്ടുണ്ടാകാം. പക്ഷെ അയാളുടെ ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതം സമഗ്രമായി മനസ്സിലാക്കണം. പ്രത്യേകിച്ചും വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം മാത്രം മനസ്സിലാക്കിയാലും പോരാ. വിശുദ്ധ ഗ്രന്ഥം, ദൈവശാസ്ത്രം, അപ്പോസ്തലിക പ്രബോധനം, വിശുദ്ധരുടെ പാരമ്പര്യം, വിശുദ്ധരുടെ ഡോക്ട്രൈൻസ്, ഇത്രയൊക്കെ കൂടുമ്പോഴാണ് നമുക്കതിന് അർത്ഥത്തിലേക്ക് പോകാൻ കഴിയുക. യേശുവാകുന്ന അർത്ഥത്തിലേക്കാണല്ലോ എത്തിച്ചേരേണ്ടത്.
അയിത്തിച്ചേരാൻ ഇത്രയൊക്കെ വേണം. നിയമാവർത്തന ഗ്രന്ഥത്തിൽ ആദ്യം പറയുന്നത് ഉണ്ടാക്കരുതെന്നാണ്, പുറപ്പാട് ഗ്രന്ഥത്തിൽ പറയുന്നത് ഉണ്ടാക്കരുതെന്നാണ്. എന്നിട്ട് അതേ ദൈവം തന്നെ നീ പ്രതിമ ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 25:18 ദൈവം പറയുകയാണ്, കൃപാസനത്തിന്റെ രണ്ടറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിക്കണം. അവയെങ്ങനെ ചിറകുയർത്തി നിൽക്കും എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 കെരൂബുകളെ നിർമ്മിക്കണം. അപ്പൊ നമ്മൾ സാമാന്യഗതി പറയും അത് നിയമാവർത്തന ഗ്രന്ഥം 4:16 പറഞ്ഞതുപോലെ മനുഷ്യന്റെ സാദൃശ്യത്തിലല്ല, ജീവികളുടെ ഒന്നും സാദൃശ്യത്തിലല്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. എന്നാൽ സംഖ്യാപുസ്തകം 21:8 സർപ്പദംശനമേറ്റ് ആളുകളൊക്കെ മരുഭൂമി വെച്ച് മരിക്കുന്ന സമയത്ത് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്നത് പിച്ചള കൊണ്ടൊരു സർപ്പം ഉണ്ടാക്കി അതിനെ ഉയർത്തുക, ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മതി, അപ്പോൾ അവർ രക്ഷ പ്രാപിക്കും, അവർ മരിക്കുകയില്ല. ഇതിലൊക്കെ പ്രിയപ്പെട്ടവരെ, ആദ്യം പറഞ്ഞത് ഉണ്ടാക്കരുതെന്നാണ്, ഇപ്പോൾ പറയുന്നു നീ പിച്ചള കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കണം, കെരൂബുകൾ ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത്? ദൈവം വാക്കുമാറുന്നതല്ല. ദൈവം പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാകാതെ പോകുന്നതാണ്. വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് ഈ രൂപം ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പൊ അവിടെ ഉദ്ദേശം എന്താണ്? ദൈവമാണ് എന്ന് പറയുന്ന ഒന്നിനെയും നീ ഉണ്ടാക്കരുത്. ഇതാണ് ദൈവം എന്ന് പറഞ്ഞ ഒന്നിനെയും നീ ഉണ്ടാക്കരുത്. അങ്ങനെ നീ നിർമ്മിക്കുന്ന ഒന്നിലും ഒതുങ്ങുന്നതല്ല ദൈവം. അതുകൊണ്ട് ദൈവത്തെ നിനക്കങ്ങനെ നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് ആ വചനം പറയുന്നത്. അങ്ങനെ ആരാധിക്കുകയും വരുതെന്നാണ് ആ വചനം പറയുന്നത്. അതുകൊണ്ട് പുറപ്പാടിനെ മനസ്സിലാക്കുമ്പോൾ പുറപ്പാടിൽ ആദ്യം അവന് മനസ്സിലാകുന്ന ഭാഷയിൽ അവനോട് പറയാൻ വേണ്ടിയാണ് അത് പറയുന്നത്. നീ ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്. അതേ ദൈവം തന്നെയാണ് പുറപ്പാട് പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും പറയുന്നത് നീ രൂപങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുന്നു. തിരുസ്വരൂപങ്ങളെ സംബന്ധിച്ചും വിഗ്രഹങ്ങളെ സംബന്ധിച്ചും സംശയത്തിൽ പ്രധാനമായിട്ട് വരാവുന്നൊരു കാര്യം, ഇങ്ങനെ രൂപം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ രൂപം ഉണ്ടാക്കുമ്പോൾ കത്തോലിക്ക സഭ ഒരു പ്രതിമയെ തിരുസ്വരൂപമാക്കുന്നത് ഒരു ആശീർവാദത്തിലൂടെയാണ്, സഭയുടെ ഒരു ആശീർവാദത്തിലൂടെയാണ്. ആ സഭയുടെ ആശീർവാദം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ തിരുസ്വരൂപം വയ്ക്കുന്നിടത്ത് ദൈവ സാന്നിധ്യാനുഭവം ഉണ്ടാകട്ടെ, ദൈവത്തിലേക്ക് നിങ്ങളുടെ ചിന്തകൾ ഉയരാനിടയാകട്ടെ. നിങ്ങൾ ഈ തിരുസ്വരൂപത്തിന്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഭവമുള്ളവരായി മാറട്ടെ എന്നല്ലാതെ ഈ തിരുസ്വരൂപത്തിന് ജീവൻ ഉണ്ടാകട്ടെ എന്ന് ഒരു തിരുസ്വരൂപത്തെയും സഭ ആശീർവദിക്കുന്നില്ല. ഒരു പ്രതിമയും ജീവനുള്ളതാണെന്ന് സഭ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു പ്രതിമയ്ക്ക് ജീവനുണ്ട് എന്ന് വന്നാൽ യഥാർത്ഥത്തിൽ അത് വിശ്വാസവിരുദ്ധമായ കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സാധാരണ രീതിയിൽ ഇതര മതവിശ്വാസങ്ങളിൽ വിഗ്രഹങ്ങൾ അശുദ്ധമായാൽ പാലഭിഷേകം നടത്തും, നെയ്യഭിഷേകം നടത്തും, നൈവേദ്യങ്ങൾ കൊടുക്കും. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതൊക്കെയാണ് ആരാധനയുടെ രൂപങ്ങൾ, സേവയുടെ രൂപങ്ങളായിട്ട് വരിക. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം അത് വെറും പ്രതിമയാണ്, അതിനകത്തൊന്നും ഇരിപ്പില്ല എന്നറിയാം. ചിലരൊക്കെ അത്ഭുത ശക്തിയുള്ള തിരുസ്വരൂപം എന്നൊക്കെ പ്രചരിപ്പിക്കുകയും പ്രഘോഷിക്കുകയൊക്കെ ചെയ്യും ഇതിനിടയ്ക്ക്. അതൊക്കെ വഴിതിരിച്ചുകൾ മാത്രമാണ്. അതൊന്നും സഭയുടെ പഠനമല്ല, അതൊന്നും യാഥാർത്ഥ്യമല്ല. ഓരോ തിരുസ്വരൂപവും നമ്മൊരു ദൈവ സാന്നിധ്യ സ്മരണയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. അതിനപ്പുറം അതിന് നൈവേദ്യം കൊടുത്ത് അത് സ്വീകരിക്കും നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കാഴ്ച ദൈവത്തിനാണെന്ന് കരുതിയിട്ട് ഒരു പ്രതിമയുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ അത് സഭാവിരുദ്ധമാണ്, വിശ്വാസവിരുദ്ധമാണ്. മാത്രമല്ല, എങ്ങനെയാണ് ഒരു വിഗ്രഹം നിർമ്മിക്കുന്നത്? ഒരു വിഗ്രഹത്തിൽ ആത്മാവിനെ, ജീവനെ നിവേശിപ്പിക്കാൻ കഴിയുമെന്നാണ്, ചൈതന്യത്തെ നിവേശിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇതര മതങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നേയില്ല. ഈ ആശീർവദിക്കപ്പെട്ട തിരുസ്വരൂപങ്ങളൊക്കെ തിരുനാളുകൾക്കൊക്കെ ഇറക്കി വെക്കുമല്ലോ. ഈ തിരുസ്വരൂപങ്ങളുടെയൊക്കെ ഇതിന് ശേഷമുള്ള സ്ഥിതി എന്താണ്? സംഗീതത്തിൽ ഏതെങ്കിലും തട്ടുപുറത്ത് കയറ്റി വയ്ക്കും, വീണ്ടും അടുത്ത വർഷം എടുക്കുമ്പോൾ ആശീർവദിക്കും. ആശീർവാദം പകരാനുള്ള ഒരു മീഡിയ ആയിട്ട് കൂടിയാണ് സഭ തിരുസ്വരൂപങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് തൊട്ടുമുത്തുമ്പോൾ നമുക്ക് അതൊരു ഗുണകരമായ കാര്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ആശീർവാദമാണ്. അതല്ലാതെ അതിനകത്ത് രൂപമുണ്ടെന്നോ അതിനകത്ത് ദൈവം ഉണ്ടെന്നോ വിശുദ്ധനുണ്ടെന്നോ വിശുദ്ധനുണ്ടെന്നോ നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ തൊട്ടുമുത്തുന്നതും വണങ്ങുന്നതുമൊക്കെ ഒരു ആശീർവാദത്തെയാണ്, സഭയുടെ ആശീർവാദത്തെയാണ്. നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ അമ്പെഴുന്നള്ളിപ്പൊരു തിരുനാളിനുണ്ടല്ലോ, സെന്റ് സെബാസ്റ്റ്യന്റെ തിരുനാളിന് അമ്പെഴുന്നള്ളിപ്പ്. ഈ അമ്പ് വീട്ടിൽ വരുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് എല്ലാവരും വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി മെഴുകുതിരിയൊക്കെ കത്തിച്ച് കാത്തുനിന്ന് ഈ അമ്പിനെ സ്വീകരിക്കും. ഇപ്പൊ സാധാരണഗതിയിൽ ആളുകൾ വിചാരിക്കുന്ന ഒരു അമ്പ് വരുമ്പോൾ എന്തോ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു, ഇനി രോഗങ്ങൾ ഉണ്ടാകില്ല എന്നൊക്കെ സാമാന്യ വിശ്വാസമാണ്.
യഥാർത്ഥത്തിൽ ഈ അമ്പ് ഇങ്ങനെ എഴുന്നള്ളിക്കുന്നതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ്? ഒരു തിരുനാൾ ആചരിക്കുന്നതിന് മുമ്പ് ഇടവകയിലെ മുഴുവൻ വീടുകളും ആശീർവദിക്കണം. പക്ഷെ അത് സാധാരണ രീതിയിൽ സംഖ്യാബാഹുല്യം കൊണ്ട് ഇപ്പൊ സാധ്യമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ആശീർവദിച്ച ഈ അമ്പ് വീടുകളിലേക്ക് കൊണ്ടുപോകും. ഒരു ആശീർവാദമാണ് വരുന്നത്, അമ്പല്ല വരുന്നത്, ഒരു ആശീർവാദമാണ്. തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ആശീർവാദം വരുന്നു എന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ തിരുസ്വരൂപങ്ങൾ യഥാർത്ഥത്തിൽ ആശീർവാദത്തിന്റെ ശക്തിയിലാണ്. അതല്ലാതെ തിരുസ്വരൂപങ്ങൾക്ക് തനതായ ജീവനുണ്ടെന്നോ ശക്തിയുണ്ടെന്നോ അത്ഭുത പ്രവർത്തന ശേഷിയുണ്ടെന്നോ ആരെങ്കിലും വിശ്വസിച്ചാൽ അബദ്ധമാണ്. സഭ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അത് നൈവേദ്യങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല, അങ്ങനെ നൈവേദ്യങ്ങൾ അർപ്പിക്കപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് സഭയിലുള്ളത് വിഗ്രഹാരാധനയല്ല, തിരുസ്വരൂപ വണക്കമാണ്. വണക്കത്തിന്റെ കാരണം ഒരു ആശീർവാദമാണ് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പോൾ അവിടെ ദൈവം പറഞ്ഞു, പഴയ നിയമത്തിൽ പറഞ്ഞു നിങ്ങളിങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. പിന്നെ ദൈവം പറഞ്ഞു പ്രതിമയും രൂപം നിനക്ക് ഉണ്ടാക്കാം എന്നും പറയുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിൽ എന്തുകൊണ്ടാണ് ഹോറോബിൽ വെച്ച് ദൈവം നീ എൻ്റെ രൂപം ഉണ്ടാക്കരുതെന്ന് പറയാൻ കാരണം? ദൈവത്തെ ആരും കണ്ടിട്ടില്ല, മോശ കണ്ടിട്ടില്ല, കാണാത്തൊന്നും എങ്ങനെ ഉണ്ടാക്കുക? അപ്പൊ തെറ്റിദ്ധരിച്ച് ഇതിൻ്റെയൊക്കെ രൂപം ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പൊ യഥാർത്ഥത്തിൽ എന്നെ കാണാത്ത നിങ്ങൾ രൂപം ഉണ്ടാക്കരുത്. എനിക്ക് തോന്നുന്നു ഈ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റിലൊക്കെ സഹോദരങ്ങൾ യഥാർത്ഥ ദൈവത്തെ കാണാത്തതുകൊണ്ടായിരിക്കും രൂപം ഉണ്ടാക്കാത്തത്. യഥാർത്ഥ ദൈവത്തെ കണ്ടുമുട്ടിയാൽ എങ്ങനെ ഇരിക്കും? അത് കൃത്യമായിട്ട് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ദൈവം ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ രൂപമുള്ളവനായി. ആദ്യം പറഞ്ഞ ഹോറോബ് വെച്ച് കണ്ടപ്പോൾ എനിക്ക് രൂപമില്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ രൂപമാണ് തെറ്റിദ്ധരിച്ച് നീ ഒന്നുണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോ ദൈവം ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനായി വന്നു, രൂപധാരിയായി. ഇപ്പൊ കണ്ടു. അപ്പൊ ഇപ്പൊ രൂപമുണ്ടോ ദൈവത്തിന്? ഉണ്ട്. ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വെളിച്ചം മാത്രമായിട്ടാണോ കാണുന്നത്? അല്ല. കാരണം എന്താ? ദൈവം മനുഷ്യന്റെ സാദൃശ്യത്തിലേക്ക് ഇറങ്ങി വന്നു, സ്വരൂപമുള്ളവനായി വന്നു. അതുകൊണ്ട് ദൈവം ആദ്യം പറഞ്ഞ ഹോറോബിലെ നിയമാവർത്തനം 4:15 ഇവിടെ തിരുത്തപ്പെടുന്നുണ്ട്. നീ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത് എൻ്റെ രൂപം കാണാത്തത് കൊണ്ടാണ്. ഇപ്പൊ നീ എൻ്റെ രൂപം കാണുന്നു. അതിനർത്ഥം നിനക്ക് ആ രൂപം നിർമ്മിക്കാൻ സാധിക്കും. യോഹന്നാൻ 12:45 ഈശോ പറയാണ്, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. അതായത് പിതാവിനെ നിങ്ങൾ കാണുകയാണ് എന്നെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ ഫിലിപ്പോസ് യേശുവിനോട് പറയും, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, അത് മതി. ഉടനെ യേശു പറയാണ്, ഫിലിപ്പോസെ, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ലേ? എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെയാണ്? ഇത്രയും കാലം കൂടെ നടന്നിട്ടും തൊട്ടനുഭവിച്ചിട്ടും നിനക്ക് എന്നെ മനസ്സിലായില്ലേ? മനുഷ്യനായി ഭൂമിയിൽ വന്ന ദൈവം നമ്മുടെ മുമ്പിൽ ഈ കാര്യം പറയാണ്, രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് യേശുവിനെ കാണുന്നവർക്ക് പിതാവിനെ കാണാമെങ്കിൽ, യേശുവാണ് പിതാവിൻ്റെ രൂപമെങ്കിൽ നിശ്ചയമായിട്ടും യേശുവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ യേശുവിനെ നമുക്ക് ചിത്രീകരിക്കാനും കഴിയും. നാമരൂപത്തിലോ പ്രതിമയുടെ രൂപത്തിലോ വരുന്ന എല്ലാം, നാമരൂപത്തിലാണെങ്കിലും പ്രതിമയുടെ രൂപത്തിലാണെങ്കിലും ഛായാചിത്രമായിട്ടാണെങ്കിലും അവയെല്ലാം ഓരോ ഭാഷയാണ്. നമുക്ക് പല ഭാഷകളുണ്ട്. ഇപ്പൊ ചലച്ചിത്ര ഭാഷ, അതൊരു ഭാഷയാണ്. ഒരു നോവൽ ഒരിക്കലും ചലച്ചിത്രമാവില്ല. ചലച്ചിത്രത്തിനൊരു ഭാഷയുണ്ട്, ചിത്രങ്ങൾക്കൊരു ഭാഷയുണ്ട്. ചിത്രങ്ങളിലൂടെയാണ് ആദ്യകാലത്തെല്ലാം പ്രചരിക്കപ്പെട്ടത്. അതിൽ നിന്നൊക്കെയാണ് ലിപികളൊക്കെ ഉണ്ടായി, ഭാഷയൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ ലിഖിത രൂപം എന്ന് പറയുന്നതിനെ ഏതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ യേശുവിനെ കണ്ടവർ, കേട്ടവർ, തൊട്ടവർ അവരൊക്കെ യേശുവിനെ ചിത്രീകരിച്ചു തങ്ങളുടെ ഭാഷയിൽ. ആദ്യം അധരം കൊണ്ട് പറഞ്ഞു, കണ്ടവർ ഛായാചിത്രങ്ങൾ വരച്ചു. അങ്ങനെയൊക്കെ വിശുദ്ധ ലൂക്ക പരിശുദ്ധമ്മയുടെ ചിത്രം വരച്ച് നിത്യസഹായ മാതാവിന്റെ ചിത്രം വരയ്ക്കുന്നതായിട്ടൊക്കെ പറയുന്നത് അങ്ങനെയാണ്. യേശു ഭൂമിയിലായിരുന്നപ്പോ സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞ പിച്ചള സർപ്പത്തിന്റെ കാര്യം അത് തന്നെ സംബന്ധിച്ചു കൂടിയാണെന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ 3:14. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ നിങ്ങൾ നിത്യമായി രക്ഷപ്പെടാൻ വേണ്ടി, പാപത്തിന്റെ ദംശനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തിന് പകരം, ഇവിടെ ആ പ്രതീകത്തിന് പകരം ഇവിടെ ഒറിജിനലായിട്ട് യേശു കുരിശിൽ ഉയർത്തപ്പെട്ടു. അപ്പോൾ ഉയർത്തപ്പെട്ട യേശുവിനെ ചിത്രീകരിക്കാമോ?
ആ കുരിശിലേക്ക് നോക്കുന്നവർ വിമോചിതരാകുമോ? അത് ആ കുരിശിൽ യേശു ഉള്ളത് കൊണ്ടല്ല, ആ കുരിശ് യേശുവിനെ ഓർമ്മപ്പെടുത്തുന്നു, യേശുവിനെ അനുഭവപ്പെടുത്തുന്നു, നമ്മെ ഒരു ദൈവ സാന്നിധ്യ അവബോധത്തിലേക്ക് കൊണ്ടുവരുന്നു. യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാൻ 1:1 ഞങ്ങൾ കേട്ടതും കാതുകൊണ്ട് കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും സ്പർശിച്ചതുമായ വചനത്തെപ്പറ്റി ഞങ്ങൾ പ്രഘോഷിക്കുന്നു. അങ്ങനെ ദൈവം യാഥാർത്ഥ്യമായി മാറിയപ്പോൾ ആ ദൈവത്തിൻ്റെ രൂപം മനുഷ്യൻ ചിത്രീകരിക്കാൻ തുടങ്ങി. അത് ആദ്യം പറഞ്ഞ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ദൈവം മനുഷ്യന്റെ സ്വരൂപത്തിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യരോടുകൂടെ വസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മനുഷ്യൻ അനുഭവിച്ച ദൈവത്തെ മനുഷ്യൻ അവന് പരിചിതമായ ഭാഷകളിൽ രേഖപ്പെടുത്തി, വാഗൊണ്ട് പറഞ്ഞു, വാമൊഴികളായി, ലിഖിത രൂപത്തിൽ എഴുതി, ചിത്രീകരണങ്ങളുണ്ടായി. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് യേശുവിനെ ചിത്രീകരിക്കുന്നതോ കുരിശുരൂപം ഉണ്ടാക്കുന്നതോ വിശുദ്ധരെ അവരുടെ തിരുസ്വരൂപങ്ങൾ വെച്ച് വണങ്ങുന്നതോ തെറ്റായൊരു കാര്യമല്ല. ഇനി സഭ അതിൻ്റെ ആരാധനാക്രമത്തിൽ പോലും കൃത്യമായിട്ട് ദൈവത്തിനുള്ള ആരാധന വേറെ, വിശുദ്ധർക്കുള്ള ആരാധന വേറെയൊക്കെ ആയിട്ടാണ് വണക്കങ്ങൾ പോലും ചെയ്യുന്നത്. വണക്കങ്ങൾ പോലും ദൈവത്തിനുള്ള വണക്കം വേറെ, വിശുദ്ധർക്കുള്ള വണക്കം വേറെയൊക്കെ ആയിട്ടാണ്. ഇപ്പൊ പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയും ഒരേപോലെ അല്ല സഭ വണങ്ങുന്നത്. അതേപോലെ തന്നെ ദൈവത്തിനോടുള്ള വണക്കം, ദൈവത്തിനോടൊരു വണക്കമുണ്ട്. ആരാധന എന്ന് പറയുന്നത് സ്വയാർപ്പണമാണ്. റോമർ ലേഖനം 12:1-2 തിരുവചനങ്ങളാണ്. നിങ്ങളുടെ സജീവ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായൊരു ബലിയായി സമർപ്പിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ആരാധന. ആരാധന കുർബാന മാത്രമാണ്. കുർബാനയിൽ സ്വയം സമർപ്പണമാണ്. ക്രിസ്തുവിൻ്റെ യാഗത്തോട് ചേർത്ത് നമ്മെ അർപ്പിക്കുന്നു. വണക്കം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സാധാരണ ധൂപാർച്ചന നടത്തുമല്ലോ, ധൂപം ഇങ്ങനെ വീശുമല്ലോ. അങ്ങനെ ധൂപം അർപ്പിക്കുമ്പോൾ സക്രാരിയുടെ മുമ്പിലാണെങ്കിൽ അത് 3, 3, 3 അങ്ങനെയാണ് അർപ്പിക്കുക. പരിശുദ്ധമ്മയുടെ മുമ്പിലാണെങ്കിലോ, പരിശുദ്ധമ്മയുടെ മുമ്പിലാണെങ്കിൽ 3, 3 2 പ്രാവശ്യം. വിശുദ്ധർക്കാണെങ്കിൽ 1, 1, 1. അതിനകത്ത് ഒരു ക്രമമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണമാകുന്നത് പലപ്പോഴും നമ്മുടെ സമീപനങ്ങളാണ്. നമ്മളിതൊന്നും കാര്യമാക്കാതെ നമ്മൾ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും സക്രാരി വണങ്ങാതെ പോവുകയൊക്കെ ചെയ്യും, ബോധ്യമില്ലാണ്ട് വരുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരു തിരുസ്വരൂപവും അത്ഭുത തിരുസ്വരൂപമായിട്ട് അല്ലെങ്കിൽ മഹത്തായ ശക്തിയുള്ള ഒന്നായിട്ട്, ജീവനുള്ള ഒന്നായിട്ട് സഭ പറഞ്ഞിട്ടില്ല. ദുഃഖവെള്ളിയാഴ്ച വിശുദ്ധ കുരിശിനെ ആരാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആ കുരിശിനകത്ത് യേശു ഉണ്ടെന്നും നമ്മൾ യേശുവിനെ തന്നെയാണ് ചുംബിക്കുന്നതെന്നും വിചാരിച്ച് ചുംബിക്കുന്നത്. അന്ന് കുരിശാരാധനയുണ്ട്, അന്നൊരു ദിവസം മാത്രം. അതിനുശേഷം അതേ കുരിശിനെ കണ്ടാൽ നമ്മൾ വണങ്ങുകയുള്ളൂ, നമ്മൾ ആരാധിക്കില്ല. കാരണം മനസ്സിലായില്ലേ? കാരണം നമ്മൾ ആ പർട്ടിക്കുലറായ ഒരു കാര്യത്തെയാണ്, യേശുവിൻ്റെ കുരിശുമരണത്തെയാണ് ആരാധിക്കുന്നത്, ആ രൂപത്തെയല്ല. അതുകൊണ്ട് ക്രൂശിതനായ യേശുവിൻ്റെ രൂപത്തിൽ യേശു ഉണ്ടോ? ഇല്ല. പരിശുദ്ധമ്മയുടെ രൂപത്തിനകത്ത് പരിശുദ്ധമ്മയുണ്ടോ? ഇല്ല. പരിശുദ്ധമ്മയുടെ തന്നെ എത്രയോ തരത്തിലുള്ള തിരുസ്വരൂപങ്ങളാണുള്ളത്. അപ്പോൾ ഏതാണ് ഒറിജിനൽ? അങ്ങനെയില്ല. തിരുസ്വരൂപം തന്നെ എത്രയോ രീതികളിലുള്ളതുണ്ട്. അപ്പോൾ ഏതിലാണ് യേശു ഉള്ളത്? അങ്ങനെയില്ല. സഭ വിശ്വസിക്കുന്നില്ല. സഭ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, സഭ വിഗ്രഹാരാധന നടത്തുന്നില്ല. യഥാർത്ഥ വിഗ്രഹാരാധന എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? കൊളോസ്യർ ലേഖനം 3:5 ദ്രവ്യാസക്തി തന്നെയാണ് വിഗ്രഹാരാധന. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, സഭ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. സഭ പ്രഘോഷിക്കുന്നത് വചനമായ ക്രിസ്തുവിനെയാണ്. ആ വചനമായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ ഇന്ദ്രിയപരമായ പരിമിതികളുള്ള നമുക്ക് ദൈവിക സാന്നിധ്യബോധമുണ്ടാകാൻ ചിത്രീകരണങ്ങൾ സഹായിക്കും. അതുകൊണ്ട് തിരുസ്വരൂപങ്ങൾ സഹായകമാണ്. അതല്ലാതെ അവ അത്ഭുത ശക്തി പ്രവഹിക്കുന്ന കേന്ദ്രങ്ങളല്ല, അവ ജീവനുള്ളവയല്ല. അങ്ങനെ സഭ പഠിപ്പിച്ചിട്ടില്ല, വിശ്വസിക്കുന്നുമില്ല. ഇനി എന്തുകൊണ്ടാണ് കത്തോലിക്ക വിരുദ്ധമായി ചിന്തിക്കുന്ന പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽപ്പെട്ടവരൊക്കെ നിരന്തരമായി നിങ്ങൾ വിഗ്രഹാരാധകരാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ വചനം അനുസരിച്ചല്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താ? അത് വളരെ ലളിതമാണ്. സഭയുണ്ടായത് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല എന്ന് ആദ്യമേ പറഞ്ഞു. സഭയിലാണ് വിശുദ്ധ ഗ്രന്ഥം ഉണ്ടാകുന്നത്. പുതിയ നിയമം എഴുതപ്പെടുന്നത് സഭയ്ക്കകത്താണ്. വാചികമായ പ്രഘോഷണങ്ങൾ, യേശുവിൻ്റെ കുരിശുമരണത്തെ സംബന്ധിച്ചുള്ള പ്രഘോഷണങ്ങളാണ് പ്രഥമമായിട്ടുണ്ടായത്.
അവയെ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിനെ ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എഴുതിയത്. അത് യോഹന്നാൻ ശ്ലീഹ തന്നെ സുവിശേഷം അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത്രയുമൊക്കെ എഴുതിയത് യേശു ദൈവപുത്രനാണെന്ന് നിങ്ങൾ തിരിച്ചറിയാനും അതുവഴി രക്ഷ പ്രാപിക്കാനും വേണ്ടിയാണ്. യേശു ദൈവപുത്രനാണ് നിങ്ങൾ തിരിച്ചറിയാനും അതുവഴി രക്ഷ പ്രാപിക്കാനും മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ലോകത്ത് സുവിശേഷം രൂപപ്പെടുന്നത് സഭയ്ക്കകത്താണ്. ആ സഭയാണ് പഴയ നിയമത്തിലുള്ള ദൈവം തന്നെയാണ് യേശു എന്ന് പറയാൻ പഴയ നിയമവുമായി കൂട്ടിച്ചേർത്ത് യേശുവിനെ വായിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്, ലോകത്തിനെ അറിയിക്കുന്നത്. അങ്ങനെ അറിയിക്കപ്പെട്ട് 2000 വർഷമായ ഒരു പാരമ്പര്യമായി വിശ്വാസം നിലനിന്നു വന്നു. നമ്മൾ സാധാരണ പറയുന്ന പൂർവിക പാരമ്പര്യം അല്ല കേട്ടോ, സഭ വിശ്വാസ പാരമ്പര്യം. ആ വിശ്വാസ പാരമ്പര്യത്തിന്റെ ലിഖിത രൂപമാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമം, വിശുദ്ധ ഗ്രന്ഥം. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം സഭയിൽ ഉരുത്തിരിഞ്ഞതാണ്, അല്ലെങ്കിൽ സഭ പ്രഘോഷിച്ച വിശ്വാസത്തിന്റെ ലിഖിത രൂപമാണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ്ത് സമൂഹങ്ങൾ രൂപപ്പെടുന്നവിടുന്ന്, പെന്തക്കോസ്ത് സമൂഹങ്ങൾ രൂപപ്പെടുന്നത് പുസ്തകത്തിൽ നിന്നാണ്, ബൈബിളിൽ നിന്നാണ്. ഒരു വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന്, ഒരു ധാരയിൽ നിന്ന്, അപ്പോസ്തലികമായ ക്രമത്തിൽ നിന്നല്ല അത് രൂപപ്പെട്ടത്. അത് രൂപപ്പെട്ടത് ഇപ്രകാരം രൂപപ്പെടുത്തപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗങ്ങളെ അടർത്തിയെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പുസ്തകത്തെ നോക്കിയിട്ടാണ്. നമുക്കൊരു പുസ്തകം വായിച്ച് ജീവിതം പഠിക്കാൻ പറ്റുമോ? ജീവിച്ച് ജീവിക്കാൻ പഠിക്കാൻ പറ്റുമോ? നടക്കാൻ പഠിക്കുന്ന ഒരു പുസ്തകം ലോകത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്? എങ്ങനെ നടക്കണം? നടന്നേ പഠിക്കും. നിങ്ങൾ സാധാരണ കേൾക്കാറില്ലേ, ഡ്രൈവിംഗ് തപാലിൽ പഠിക്കാം? നടപ്പുള്ള കാര്യമാണ്. വണ്ടി കയറുന്ന ഓടിക്കുമ്പോഴേ പഠിക്കാൻ പറ്റും. യേശുക്രിസ്തുവിനുള്ള ജീവിതം അത് എവിടെ പഠിക്കാം? ബൈബിളിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ? സഭയ്ക്കകത്ത് പഠിക്കാൻ പറ്റുമോ? സഭയിൽ ജീവിച്ചുകൊണ്ടേ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ സഭയിൽ ജീവിക്കാൻ അപ്പോസ്തലന്മാർ സഭയെ ഉദ്ബോധിപ്പിച്ച കാര്യങ്ങൾ ലിഖിത രൂപത്തിലായപ്പോൾ അത് പുതിയ നിയമമായി. അതല്ലാതെ ഒരു പുതിയ നിയമ ഗ്രന്ഥം കൊണ്ടുവന്ന് വെച്ചിട്ട് യേശു ഇതുപോലെയൊക്കെ ജീവിക്കാൻ പറഞ്ഞതല്ല. യേശുവിൻ്റെ ജീവിതത്തെ കേട്ടറിഞ്ഞ്, കണ്ടറിഞ്ഞ്, തൊട്ടറിഞ്ഞ് കൂടെ ജീവിച്ച മനുഷ്യർ, സൂക്ഷ്മമായി വീക്ഷിച്ച് മനസ്സിലാക്കിയ മനുഷ്യർ, അവരാണ് സുവിശേഷം നമുക്ക് കൈമാറിയത്. ആ സുവിശേഷ ഗ്രന്ഥത്തെ പിൽക്കാലത്ത് കുറെ കാലം കഴിഞ്ഞ് ചില തെറ്റിദ്ധാരണകളുടെയും തർക്കങ്ങളുടെയൊക്കെ ഭാഗമായി ഞങ്ങൾ നിങ്ങളോട് കൂടെയില്ല എന്ന് പറഞ്ഞിട്ട് ആണ് ആ ബൈബിൾ എടുത്തിട്ടാണ് അവർ പറയുന്നത് ഇതാണ് ശരി, ഞങ്ങളാണ് ശരി എന്ന് പറയുന്നത്. സാധാരണ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യത്തിലുള്ളൂ, നമ്മുടെ തറവാട്ടിൽ നിന്ന് ഒരാൾ വഴക്കിട്ട് പോകുന്നു. ഇപ്പൊ തറവാട് അവിടെയുണ്ട്, തൊട്ടടുത്ത് തന്നെ ഈ പറഞ്ഞ വഴക്കിട്ട് പോയ ആളൊരു വീട് വെച്ച് താമസിക്കുന്നു. ഈ വീട്ടിൽ അംഗം തന്നെയായിരുന്നു, താമസിക്കുന്നു. പോസ്റ്റ്മാൻ വരുന്നു, പോസ്റ്റ്മാൻ വന്നിട്ടിരിക്കുന്നു, ഈ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതിവിടെയാണ് ഒറിജിനൽ, മറ്റത് ഒറിജിനൽ അല്ല എന്ന് പറയുന്ന പോലെയാണ്. നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം തർക്കങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വിശ്വാസ വിരുദ്ധമാണ് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശുവിനെ ഹൃദയത്തിൽ ആരാധിക്കുന്നുവെങ്കിൽ സാഹോദര്യമാണ് നമ്മുടെ ലക്ഷണം. എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഭാവം. അതുകൊണ്ട് അഖില ലോകത്തിനും വേണ്ടി കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിനിടയ്ക്ക് ഇത്തരം തർക്കങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ വിഭാഗീയ ചിന്തയാണ്. അത് പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റുകളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 10-33,000 സഭകളായിട്ടത് വളർന്നു. അത് വളരുകയാണോ പിളരുകയാണോ എന്ന് പറയാൻ കഴിയില്ല. സ്വന്തക്കോസ്തായിട്ട് മാറാൻ തുടങ്ങി. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യം തന്നെ. നമ്മൾ അവരെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളെയും ആക്ഷേപിക്കുന്നില്ല, ഒരാളെയും ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അവരവർക്ക് അവരുടെ വിശ്വാസധാരയിൽ ഉറച്ചു നിൽക്കാം, ചിന്തിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തു വിരുദ്ധമാണോ, യേശുക്രിസ്തുവിലാണോ നമ്മൾ പറയുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഭാഗീയ ചിന്തകൾ ഉണ്ടാകുമ്പോൾ സ്വയം തിരിച്ചറിയണം, അത് കേൾക്കുമ്പോഴും മനസ്സിലാവണം, അത് വിശ്വാസം ക്ഷയിപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ സഭ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നില്ല, സഭ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല. സഭയിൽ തിരുസ്വരൂപങ്ങളുണ്ട്. നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ അവർ മരിച്ച ശേഷം നമ്മൾ എടുത്തു വയ്ക്കുന്നത് എന്തിനാ? ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. കേവലമായി അങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയാൻ മാത്രമല്ല, അതൊരു സാന്നിധ്യാവബോധം നമ്മിൽ ഉണർത്തും, അത് ദൈവത്തിലേക്ക് നമ്മുടെ മിഴികളെ ഉണർത്തും. അങ്ങനെ വിശ്വാസത്തിൽ പുരോഗമിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇന്ദ്രിയപരമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ. അതുകൊണ്ട് ഇന്ദ്രിയപരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പക്ഷേ ഒരിക്കലും സഭ ഒരു തിരുസ്വരൂപത്തിനും ജീവനുണ്ടെന്നോ അതിൽ നിന്ന് ശക്തി പ്രവഹിക്കുന്നുവെന്നോ പറയുന്നില്ല.
അങ്ങനെ അക്കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സഭാവിരുദ്ധമായ അന്ധവിശ്വാസങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. വാസ്തവത്തിൽ കുരിശുരൂപത്തിലോ തിരുസ്വരൂപങ്ങളിലോ ദൈവം വസിക്കുന്നില്ല, സഭയുടെ ആശീർവാദമാണുള്ളത്. ആ സഭയുടെ ആശീർവാദത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, സഭയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സഭ അവൻ്റെ ശരീരമാണ്, ആ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മളും. ആ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. നമ്മൾ ആരാധനയായിട്ട് കാണുന്നത് കുർബാനയാണ്. കുർബാന നമ്മുടെ ജീവാർപ്പണത്തിൻ്റെ വേദിയാണ്. അതല്ലാതെ മറ്റൊരു ആരാധനയും നമുക്കില്ല എന്ന് മനസ്സിലാക്കണം. തിരുനാളാഘോഷങ്ങളോ നവനാളുകളോ ഒക്കെ ആളുകൾ പുറത്തുനിന്ന് പറയുമ്പോൾ എല്ലാം ആരാധനയായിട്ട് അവർക്ക് തോന്നിയേക്കാം. ആരാധനയായി കുർബാന മാത്രമേ ഉള്ളൂ. കുർബാനയത്തിൽ നാം സ്വയം സമർപ്പിക്കുകയും ക്രിസ്തുവിൻ്റെ യാഗത്തോട് ചേരുകയും ക്രിസ്തു യാഗത്തെ ആനുകാലിക ലോകത്ത് സന്നിഹിതമാക്കുകയും ചെയ്യും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിഗ്രഹാരാധനയെ സംബന്ധിച്ച ചില സംശയങ്ങളാണ് പറഞ്ഞത്. സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പറഞ്ഞത്. ഇത് പരിപൂർണ്ണമാവണമെന്നില്ല, കാരണം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഈ പറഞ്ഞതിനിടയ്ക്ക് പലതും വിട്ടുപോയിട്ടുണ്ടാകാം. സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചോദിക്കാം, സംവാദങ്ങളിൽ ഏർപ്പെടാം. നമുക്ക് സഭാത്മകമായ വിശ്വാസത്തിൽ പുരോഗമിക്കാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിങ്ങൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ തയ്യാറാകണം. അനവധികളുടെ ഉള്ളിൻ്റെ അകത്ത് ഈ കരടൊക്കെ കിടപ്പുണ്ട്. ആ കരടുകളെ നീക്കം ചെയ്യുക എന്നത് ഒരു സുവിശേഷ ദൗത്യമാണ്. ആ ദൗത്യത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. അപ്പോൾ കേട്ടവർ കൂടുതൽ ആളുകളോട് പറയുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും പലപ്പോഴും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ കാണിക്കുന്ന സന്മനസ്സിനുമൊക്കെ നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് യഥാർത്ഥ ആരാധകരായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി നമുക്ക് മുന്നേറാം. ദൈവിക സഹവാസം നിരന്തരം നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. വിശുദ്ധരെല്ലാം കൂട്ടായ്മ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.